ഹായ് ഗായ്സ്, ഗലിബ്രോ എന്ന യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഈ ആഴ്ചത്തെ വോട്ടിങ്ങിന്റെ അവസാന മണിക്കൂറിലേക്ക് നമ്മൾ അടുത്തിരിക്കുകയാണ്. നമ്മളിന്ന് വെള്ളിയാഴ്ച രാത്രി 11 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ ഇത്തവണ 7 മത്സരാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. ഈ 7 മത്സരാർത്ഥികളിൽ നിന്ന് 1-2 മത്സരാർത്ഥികൾ പുറത്തു പോകും. എന്തായാലും നാളെ ലാലേട്ടൻ വന്നിട്ട് ഷൂട്ടിംഗ് കഴിയുമ്പോൾ ആരാണ് പുറത്തു പോയെന്ന് വ്യക്തമായ വിവരം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തായിരിക്കും. അതിനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിച്ചുകൊണ്ടിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. ഏതായാലും ഇന്ന് 11 മണിവരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ 1-ാം പൊസിഷൻ അത് ജിൻഡോ തന്നെയാണ് തുടരുന്നത്. ജിൻഡോയുടെ പൊസിഷൻ മാത്രം യാതൊരു മാറ്റവും ഇല്ലാണ്ട് തുടരുകയാണ്. വമ്പിച്ചൊരു മുന്നേറ്റമാണ് ജിൻഡോ ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്നും ബഹുദൂരം മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ജിൻഡോ ഇപ്പോൾ 3,122 വോട്ട് നേടി തൻ്റെ 1-ാം പൊസിഷൻ സുരക്ഷിതമായി നിലനിർത്തിയിട്ടുണ്ട്. 2-ാം പൊസിഷനിൽ സിജോ തന്നെയാണ് തുടരുന്നത്. സിജോയും നല്ലൊരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ജിൻഡോയുടെ അത്രയും പോകാൻ പറ്റിയില്ലെങ്കിൽ കൂടെ ജിൻഡോയുടെ തൊട്ട് പിന്നിലായിട്ട് 2,49,800 എന്ന നല്ലൊരു വോട്ട് നേടി തൻ്റെ 2-ാം പൊസിഷൻ സുരക്ഷിതമായി നിലനിർത്താൻ സിജോയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. 3-ാം പൊസിഷനിൽ ശ്രീതു തന്നെയാണ് തുടരുന്നത്. ശ്രീതു ഇപ്പോൾ 1,95,210 വോട്ട് നേടി 3-ാം പൊസിഷനിലാണ്. ശ്രീതുവിന് വെല്ലുവിളി ഉയർത്താൻ തക്ക വിധത്തിലുള്ള ഒരു മത്സരാർത്ഥി പിന്നിലില്ലാത്തതുകൊണ്ട് ശ്രീതു ഇപ്പോൾ 3-ാം പൊസിഷൻ സുരക്ഷിതമായി നിലനിർത്തിയിട്ടുണ്ട്. 4-ാം പൊസിഷനിൽ അപ്സരയാണുള്ളത്. അപ്സരയും നല്ല രീതിയിലുള്ള ഒരു വോട്ടിംഗ് മുന്നേറ്റം തുടക്കത്തിൽ കാണിച്ചെങ്കിലും പിന്നീട് പിന്നിലേക്ക് വരികയാണ് ചെയ്തത്. എന്നിരുന്നാൽ കൂടെ ഇപ്പോൾ സേഫ് ആണെന്ന് നമുക്ക് പറയുന്ന തരത്തിലേക്ക് വോട്ടിംഗ് മാറിയിട്ടുണ്ട്. 1,66,100 വോട്ട് നേടി 4-ാം പൊസിഷനിൽ സുരക്ഷിതമായി തുടരുന്നുണ്ട്. 5-ാം പൊസിഷനിൽ നന്ദന തന്നെയാണ് തുടരുന്നത്. ഒരു ഘട്ടത്തിൽ പിന്നിലേക്ക് പോയെങ്കിലും ചരണ്യെ അട്ടിമറിച്ചുകൊണ്ട് നന്ദന 5-ാം പൊസിഷനിലേക്ക് വന്നതിന് ശേഷം ഒരിക്കൽ പോലും പിന്നിലേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ നല്ലൊരു വോട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട്. 1,45,233 വോട്ട് നേടി സേഫ് സോണിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നന്ദന. 6-ാം പൊസിഷനിൽ ഇപ്പോഴും ശരണ്യ തന്നെയാണ് തുടരുന്നത്. ശരണ്യ ഈ തവണ പുറത്തു പോകാൻ ചാൻസ് കൂടുതലുള്ള മത്സരാർത്ഥിയായി മാറിയിരിക്കുകയാണ്. ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ ഇപ്പോൾ 1,42,301 വോട്ട് നേടി ഡേഞ്ചർ സോണിൽ തന്നെ തുടരുകയാണ് ശരണ്യ. വരുമണിക്കൂറുള്ള വോട്ടിംഗ് നിർണായകമാണ്. 7-ാം പൊസിഷനിൽ ശ്രീരേഖ തന്നെയാണ് തുടരുന്നത്. ശ്രീരേഖയാകും ഈ ആഴ്ചയിൽ പുറത്തു പോകുക. ബിഗ് ബോസ് മലയാളം വേറെ രീതിയിലുള്ളൊരു അട്ടിമറിയൊന്നും നടത്തിയില്ലെങ്കിൽ ഈ ആഴ്ച പുറത്തു പോകേണ്ട മത്സരാർത്ഥി ശ്രീരേഖ തന്നെയാണ്. 1,40,505 വോട്ട് നേടിയാണ് 7-ാം പൊസിഷനിലുള്ളത്. എന്തായാലും നമുക്ക് നാളത്തെ ഷൂട്ട് കഴിയുമ്പോൾ വ്യക്തമായ വിവരം ലഭിക്കും. അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ.